ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. സോ നമുക്ക് ഈ പ്രാവശ്യത്തെ സെറ്റ് നമുക്ക് വാങ്ങിച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് മുതൽ നമുക്ക് ആ സെറ്റ് എങ്ങനെ ക്രാക്ക് ചെയ്യാൻ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്നെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം എല്ലാം ഒരു ഓൾമോസ്റ്റ് 15 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടാണ് നമ്മൾ ആ ടോപ്പിക്കിലേക്ക് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസും ഇന്നിപ്പോൾ 2017 മാത്സിൻ്റെ ഫസ്റ്റ് 24 ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത ദിവസം അടുത്ത 24 ക്വസ്റ്റ്യൻസ്, അങ്ങനെ 3 ഡേയ്സിൽ നമ്മൾ പറയുന്ന 3 ഡേയ്സ് അല്ല 4 ഡേയ്സ് കൊണ്ട് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഫിനിഷ് ചെയ്യും. അങ്ങനെ നമ്മൾ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ 15 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫിനിഷ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് നമുക്കൊരു ആ ഒരു പാറ്റേൺ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ആ പാറ്റേണും നമ്മൾ ഓൾമോസ്റ്റ് ആ ടോപ്പിക്കും നമ്മൾ കവർ ചെയ്യും. ഓക്കെ, ഒരു 75% ടോപ്പിക്ക് നമ്മൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നതിലൂടെ നമ്മൾ കവർ ചെയ്യും. എന്നിട്ട് റിമൈനിങ് 2 മന്ത്സിൽ നമ്മൾ എന്താണ് ആ കോൺസെപ്റ്റൊക്കെ ഒന്നും കൂടി നമുക്കൊരു റിവിഷൻ മോഡൽ ആ ഒരു സമയത്ത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ പറയുക. അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പറയാം. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ 2017 ഫെബ്രുവരിയിലെ മാത്സിൻ്റെ സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും അതിൻ്റെ തിയറിയും പറഞ്ഞ് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും റെഡിയാണോ? ഇവിടെ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് the number of 1-to-1 functions from the set 1, 2, 3, 4 to itself such that all the functions map 1 to 4 and 2 to 3 is. അപ്പോൾ നമ്മളോട് ഇവിടെ ചോദിച്ചേക്കുന്നത് എന്നാന്ന് വെച്ചാൽ 1-to-1 ഫങ്ഷൻസിൻ്റെ എണ്ണം, അതായത് സെറ്റ് 1, 2, 3, 4 നിന്നും ആ സെറ്റിലേക്ക് പോകുന്ന എത്ര 1-to-1 ഫങ്ഷൻസ് ഉണ്ട്. 2 കണ്ടീഷൻസ് ഉണ്ട്. അതായത് എന്താണ്, 1 4ലേക്കും 2 3ലേക്കുമാണ് പോകുന്നതെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ പറയുന്ന 1-to-1 ഫങ്ഷൻ എന്ന് പറയുന്നത്? എന്താണ് 1-to-1 ഫങ്ഷൻ? അപ്പോൾ ആ 1-to-1 ഫങ്ഷൻ അറിയണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്തറിയണം, എന്താണ് ഫങ്ഷൻ എന്ന് അറിയണം. ഓക്കെ, അപ്പോൾ ഒരു ഫങ്ഷൻ, അതായത് സപ്പോസ് എ എന്ന് പറയുന്ന ഒരു സെറ്റ്, ബി എന്ന് പറയുന്ന അടുത്തൊരു സെറ്റ്. അപ്പോൾ എയിലെ എലമെൻറ്റ്സ് ആണ് 1, 2, 3, 4. ബിയിലെ സെറ്റാണ് സപ്പോസ് 5, 6, 7. അപ്പോൾ ഒരു റിലേഷനാണ് എന്ത്, ഒരു ഫങ്ഷൻ. അപ്പോൾ എന്താണ് ഒരു റിലേഷൻ? അതായത് നമ്മുടെ റിലേഷൻ എന്ന് പറയുന്നത് ഈ എയിൻ്റെയും ബിൻ്റെയും ക്രോസ് പ്രൊഡക്റ്റിൻ്റെ എന്താണ്, സബ്സെറ്റാണ് എന്ത്, ഒരു റിലേഷൻ എന്ന് പറയുന്നത്. റിലേഷൻ എന്ന് പറയുന്നത് ആർ ഇസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി. ഓക്കെ ആണോ? അപ്പോൾ അങ്ങനെ ഒരു റിലേഷൻ ഒരു ഫങ്ഷൻ ആവണമെങ്കിൽ അതിനൊരു കണ്ടീഷനുണ്ട്. അതായത് ഇപ്പോൾ എയിലുള്ള എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? 1, 2, 3, 4. അപ്പോൾ ഈ എയിലുള്ള എല്ലാ എലമെൻറ്റ്സിനും എന്ത് കാണണം? ഒരു ഇമേജ് കാണണം. ഓക്കെ, ആ ഇമേജ് ഒന്നുമില്ലെങ്കിൽ സെയിം ആവാം, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആവാം. എക്സാമ്പിളായിട്ട് 1ന് ഇമേജ് 5 ആണെന്ന് വിചാരിക്കാം. 2ൻ്റെ ഇമേജ് 5 ആകാം, 6 ആകാം, 7 ആകാം. ഓക്കെ, അപ്പോൾ 2ൻ്റെ ഇമേജ് എന്താണ്, 5 ആണെന്ന് ജസ്റ്റ് വിചാരിച്ചു. ഒരു കണ്ടീഷനേ ഉള്ളൂ, എയിലുള്ള എല്ലാ എലമെൻസിനും ഒരു ഇമേജ് കാണണം, അത്രയാണ് കണ്ടീഷനുള്ളൂ. അതുപോലെ തന്നെ 3ക്ക് ഉള്ള ഇമേജാണ് 6 എന്ന് വിചാരിച്ചു, 4ൻ്റെ ഇമേജാണ് സപ്പോസ് 7. അപ്പോൾ നോക്കിക്കേ, 1, 2, 3, 4ന് എന്തുണ്ട്, നമ്മുടെ ബിയിലൊരു ഇമേജ് ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതെന്താണെന്ന് പറയാൻ പറ്റും, ഫങ്ഷനാണെന്ന് പറയാനായിട്ട് പറ്റും. എല്ലാ എലമെൻസിനും എന്തുണ്ട്, ഇമേജ് ഉണ്ട്. ഓക്കെ, അത്രയാണ് നോക്കേണ്ടതുള്ളൂ. ഇനി ഇതിപ്പോൾ 1-1 ഫങ്ഷൻ ആണെങ്കിൽ 1-to-1, 1-1, അതായത് ഇതിപ്പോൾ 1-1 ഫങ്ഷൻ അല്ല എന്ന് പറയാൻ പറ്റും. കാരണം എന്നാന്നോ, ഇവിടെ 1ന് ഇമേജ് എന്താ, 5, 2ൻ്റെ ഇമേജ് എന്താ, 5.
രണ്ടിനും എന്താണ് ഒരേ ഇമേജാണ്, അത് പറ്റത്തില്ല. 1 to 1 എന്ന് വെച്ചാൽ അവിടുത്തെ ഓരോ എയിലുള്ള ഓരോ എലമെൻസിൻ്റെയും ഇമേജ് എന്തായിരിക്കണം, യുണീക്ക് ആയിരിക്കണം. ആ ഒരു കണ്ടീഷനാണ്. അപ്പോൾ 1 to 1 എന്ന് പറയുമ്പോൾ അവിടെ സ്ട്രെസ് ചെയ്യുന്ന പോയിൻ്റ് എന്താണ്, യുണീക്ക് എന്നൊരു പോയിൻ്റാണ് സ്ട്രെസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാവേ. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്ന സെറ്റ് ഉണ്ട്, എ എന്ന് പറയുന്ന സെറ്റ് ഉണ്ട്, ബി എന്ന് പറയുന്ന സെറ്റ് ഉണ്ട്. എയിലെ എലമെൻറ്റ്സ് 1 2 3 4, ബിയിലുള്ള എലമെൻറ്റ്സ് 1 2 3 4. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നത്, 1 4ലേക്കും 2 3ലേക്കുമാണ് പറഞ്ഞേക്കുന്നത്. 1 എങ്ങടേക്കാണ്, 1 4ലേക്കും 2 3ലേക്കുമാണ് പോയേക്കുന്നത്. ഓക്കെ, ഇതിപ്പോൾ 1 to 1 ഫംഗ്ഷൻ ആണെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഈ 3ഉം 4ഉം ഇനി ഈ പറയുന്ന ബിയിലുള്ള 3ലും 4ലേക്കും പോവോ, ഇല്ല. പിന്നെ ഒരു പോസിബിലിറ്റി എന്ന് വെച്ചാൽ ഈ 3 1ലേക്കോ അല്ലെങ്കിൽ 3 2ലേക്കോ പോവാം, 4 ഈ പറയുന്ന 1ലേക്കോ അല്ലെങ്കിൽ 2ലേക്കോ പോവാം. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര എണ്ണം ഉണ്ട്, നമുക്ക് 2 നമ്മുടെ ആൻസറായിട്ട് വരിക. മനസ്സിലായോ? അപ്പോൾ 2 1 1 ഫങ്ഷൻസാണ് ഉള്ളത്. ഓക്കെ, മനസ്സിലായോ? ഇനിയിപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ക്വസ്റ്റ്യൻ നമ്പർ 2, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ അൺകൗണ്ടബിൾ സെറ്റ്? ഹിയർ ആർ ഈസ് ദ സെറ്റ് ഓഫ് റിയൽസ് ആൻഡ് ക്യൂ ഈസ് ദ സെറ്റ് ഓഫ് റാഷണൽസ്. അപ്പോൾ നമ്മളോട് ഇവിടെ ചോദിച്ചേക്കുന്ന എന്താണ്, അതായത് നമ്മളോട് ഇവിടെ ചോദിച്ചേക്കുന്ന അൺകൗണ്ടബിൾ സെറ്റ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അൺകൗണ്ടബിൾ സെറ്റ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അൺകൗണ്ടബിൾ സെറ്റ് കണ്ടുപിടിക്കുക എന്ന് നോക്കാം. അപ്പോൾ എന്താണ് അൺകൗണ്ടബിൾ? ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും, കൗണ്ട് ചെയ്യാൻ പറ്റാത്ത അത്രയും നമ്പേഴ്സ് ആ സെല്ലിൽ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് വായിച്ചു നോക്കിക്കേ. സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിൽ ആണ് ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് എക്സ് ഈസ് 1, അതൊരു സെറ്റാണ്. അപ്പോൾ അതായത് എന്താണ്, ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് എക്സ് റിയൽ നമ്പറിൽ ഒരു എലമെൻ്റാണ് എക്സ്. അപ്പം ഞാൻ 1.2 എടുത്തേ. ഈ 1.2ൻ്റെ ഇൻ്റഗ്രൽ പാർട്ട്, അതായത് ഇവിടെ ഇൻ്റഗ്രൽ പാർട്ട് എന്ന് വെച്ചാൽ ആ പോയിൻ്റ് കഴിഞ്ഞിട്ടുള്ള സാധനം എലിമിനേറ്റ് ചെയ്ത് കളയുക, ഇൻറ്റിജർ മാത്രം എടുക്കുക. ഇതിൻ്റെ എന്താണ് 1. ഇനിയിപ്പോൾ 1.3 ആണെങ്കിലോ ഇൻറ്റിജർ പാർട്ട് ഏതാണ്, 1. ഇനിയിപ്പോൾ 1.0 ആണെങ്കിലും ഇൻറ്റിജർ പാർട്ട് 1, 1.9 ആണെങ്കിലും ഇൻറ്റിജർ പാർട്ട് 1, 2 ആണെങ്കിലോ ഇൻറ്റിജർ പാർട്ട് 2 ആണ്. അപ്പോൾ ഇവിടെ എന്താണ്, ഈ പറയുന്ന സെറ്റിൽ ഏതൊക്കെ എക്സുകളാണ് വരുന്നത്, ഇൻ്റഗ്രൽ പാർട്ട് 1 ആയിട്ടുള്ള എക്സുകളാണ് വരുന്നത്. അതായത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, 1.0 അല്ലെങ്കിൽ 1ൽ നിന്ന് എവിടം വരെ ആയിരിക്കും, 1.9 വരെ, അല്ലെങ്കിൽ 2 ഓപ്പൺ ഇൻ്റർവെൽ 2, അതായത് ക്ലോസ് ഇൻ്റർവെൽ 1, അതായത് 1 ഇൻക്ലൂഡഡ് 2 എക്സ്ക്ലൂഡഡ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇഷ്ടംപോലെ പോയിൻറ്റ്സ് ഇതിൻ്റെ ഉള്ളിലുണ്ട്. നമുക്ക് കൗണ്ടബിൾ ആണോ, അല്ല. 1നും 2നും ഇടയിലായിട്ട് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പറയാം, എന്താണ് ഓപ്ഷൻ എ എന്ന് പറയുന്നത് എന്താണ്, അൺകൗണ്ടബിൾ സെറ്റ് എന്ന് പറയാം. ഇനി നെക്സ്റ്റ് സെറ്റ് നോക്കിക്കേ. എക്സ് എലമെൻറ്റ് ഓഫ് ആർ എക്സ് സ്ക്വയർ ഈസ് റാഷണൽ, അതായത് റാഷണൽ ആകുന്ന എക്സുകളുടെ കളക്ഷൻ. എക്സ് സ്ക്വയർ റാഷണൽ ആകുന്ന എക്സുകളുടെ കളക്ഷൻ. അതുപോലെ തന്നെ ഓപ്ഷൻ സിയിൽ എക്സ് എലമെൻറ്റ് ഓഫ് ആർ സച്ച് ദാറ്റ് 0-നേക്കാളും ഗ്രേറ്റർ, അല്ലെങ്കിൽ 0-നേക്കാളും ഗ്രേറ്റർ, എന്നാൽ റൂട്ട് എക്സ് എങ്ങനെയായിരിക്കണം, അത് റാഷണൽ ആയിരിക്കണം. ഓക്കെ, P/Q ഫോമിൽ എഴുതാൻ പറ്റുന്നതായിരിക്കണം. വേറൊരു കണ്ടീഷൻ, 0-നേക്കാൾ ഗ്രേറ്ററോ ആവണം. കൂടാണ്ട് എക്സ് പ്ലസ് റൂട്ട് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഒരു ഇൻറ്റിജർ ആവണം. അതൊക്കെ എന്താണ്, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള നമ്പേഴ്സ് ഉണ്ടാവുള്ളൂ. ഓക്കെ, ഒത്തിരി കൂടുതലുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എക്സ് സ്ക്വയർ റാഷണലായിട്ട് വരുന്ന എക്സുകളുടെ കളക്ഷൻ വളരെ കുറച്ചായിരിക്കും. അതുപോലെ തന്നെ റൂട്ട് എക്സ് റാഷണലായിട്ട് വരുന്നതും
ഈ പറയുന്ന പോലെ എന്താണ് കൗണ്ടബിൾ ആയിരിക്കും. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അൺകൗണ്ടബിൾ സെറ്റ് എപ്പോഴും എന്തായിരിക്കും, ഒരു ഇൻ്റർവെല്ലൊക്കെ ആയിരിക്കും എന്ത് അൺകൗണ്ടബിൾ സെറ്റ് വരിക. അപ്പോൾ അൺകൗണ്ടബിൾ സെറ്റ് എപ്പോഴും ഇൻ്റർവെൽസ് ആയിരിക്കും ഓൾമോസ്റ്റ് കേസിൽ വരിക. ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇവിടെ നോക്കിക്കേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ 1-to-1 ഫംഗ്ഷൻ ഫ്രം ദ സെറ്റ് ഇസെഡ് ഓഫ് ഇൻറ്റിജേഴ്സ് ടു ഇസെഡ്. ഇൻറ്റിജേഴ്സിൽ നിന്നും ഇൻറ്റിജേഴ്സിലേക്കുള്ള താഴെ പറയുന്നതിൽ ഇൻറ്റിജേഴ്സിൽ നിന്നും ഇൻറ്റിജേഴ്സിലേക്കുള്ള 1-to-1 ഫംഗ്ഷൻ ഏതാണ്? ഓക്കെ, ഏത് ഫങ്ഷൻസാണ് 1-to-1 ഫംഗ്ഷൻ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ഇവിടെ ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, 1-to-1 ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ ഇസെഡ്, സപ്പോസ് ഇസെഡ് ടു ഇസെഡ് അല്ലേ. അപ്പോൾ ഇവിടെയുള്ള എല്ലാ എലമെൻസിനും എന്തുണ്ടാവണം, യുണീക്കായിട്ടുള്ള ഇമേജ് പാടുള്ളൂ. അപ്പോൾ അങ്ങനെ ഉള്ള ഫംഗ്ഷൻ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കിക്കേ, ഒരു കാര്യം ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെക്കുക. അതായത് ഈ അല്ലെങ്കിൽ നമ്മൾ വേറൊരു കണ്ടീഷൻ എന്താ നോക്കുന്നതെന്നറിയോ, എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 ഇംപ്ലൈസ് x1 ഈക്വൽ ടു x2 ആണ് എങ്കിൽ നമുക്ക് 1-to-1 ഫംഗ്ഷൻ എന്ന് പറയാനായിട്ട് പറ്റും. ഒരു എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ, ഇപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് എക്സ് ഈക്വൽ ടു നമുക്ക് x1² മൈനസ് x1 ഈക്വൽ ടു x2² മൈനസ് x2. അപ്പോൾ നമുക്കിവിടെ x1² ഈക്വൽ ടു x2² എന്ന് എഴുതാം. ഈ മൈനസ് x1ഉം മൈനസ് x2ഉം ഇവിടെ 1 2 നോക്കണ്ട, ജസ്റ്റ് ആ ഒരു മനസ്സിലാക്കാൻ വേണ്ടിയാണ് മൈനസ് x1, അല്ലെങ്കിൽ മൈനസ് എക്സ് അപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് എക്സ് ആവും. മൈനസ് എക്സ് പ്ലസ് എക്സ് എന്ന് പറയുന്നത് 0 ആവും. റിമൈനിങ് x1² ഈക്വൽ ടു x2² ആണ്. ഓക്കെ, ഇനി ഇവിടെ x1 എന്ന് പറയുന്നത് എന്താണ്, പ്ലസ് ഓർ മൈനസ് x2 അല്ലേ. ഓക്കെ, അപ്പോൾ x1 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് x2. ഇവിടെ x1 ഈക്വൽ ടു x2 എന്നാണോ? അവിടെ x1 ഈസ് ഈക്വൽ ടു പ്ലസ് x2 ഉണ്ട്, അതായത് x1 ഈക്വൽ ടു x2 ഉണ്ട്, x1 ഈസ് ഈക്വൽ ടു മൈനസ് x2 ഉണ്ട്. അപ്പോൾ ഇതെന്താണ്, 1-1 ഫംഗ്ഷൻ അല്ല എന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് കണ്ടീഷനാണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x² പ്ലസ് എക്സ്. അപ്പോൾ ഇവിടെ എന്ത് വരും, ഇവിടെ ഈ മൈനസിൻ്റെ സ്ഥാനത്ത് പ്ലസ് വരും. ഓക്കെ, മനസ്സിലായോ? എഫ് ഓഫ് x1 എന്ന് പറയുന്നത് എന്താണ്, x² പ്ലസ് എക്സ് ആണ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് x² പ്ലസ് എക്സ് ആണ്. എഫ് ഓഫ് x1 x1² പ്ലസ് x1. എഫ് ഓഫ് x2 x2² പ്ലസ് x2. ഓക്കെ, ഇനി നമുക്കിവിടുന്ന് ഈ പ്ലസ് x1ഉം അതുപോലെ തന്നെ പ്ലസ് x2ഉം ക്യാൻസലായിട്ട് നമുക്ക് എന്താ കിട്ടുന്നത്, x1² ഈക്വൽ ടു x2². സെയിം കേസ് തന്നെ. അപ്പോൾ നമുക്ക് ഇതും 1-1 അല്ല എന്ന് പറയാം, ഇതും 1-1 അല്ല എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക. അതായത് ഇപ്പോൾ x², x⁴, x⁴, അതൊന്നും എന്തല്ല, 1-1 അല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി വയ്ക്കുക. ഇനിയിപ്പോൾ x³ നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാം. അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ എന്നാന്ന് വെച്ചാൽ നമുക്ക് വേറൊരു വഴി നോക്കാം. അപ്പോൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിന് നമുക്ക് ഒന്നും കൂടി ആ ഒരു മെത്തേഡായിരിക്കും ഈസി. നമുക്ക് നോക്കാവേ. ഇവിടെ 1 സെക്കൻഡ്. ഇവിടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x³ പ്ലസ് എക്സ്. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ സപ്പോസ് എക്സിന് 0 ഇട്ട് കൊടുക്കുവാണേ. അപ്പോൾ എക്സിന് 0 ഇട്ട് കൊടുക്കുമ്പോൾ എഫ് ഓഫ് 0യ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമേജ് ഏതാണെന്ന് നോക്കാം. അതായത് 0³ പ്ലസ് 0 എന്ന് പറയുന്നത് എന്താണ്, 0 തന്നെ. ഇനി എഫിന്, അതായത് എക്സിന് 1 ഇട്ട് കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഇമേജ് എന്താണെന്ന് നോക്കുവാണെങ്കിൽ 1 ഇട്ട് കൊടുക്കുമ്പോൾ 1³ പ്ലസ് 1 എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ എന്താണ്
സെയിം ഇമേജാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് 1 1 അല്ല എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പം ഞാൻ അപ്പോൾ നോർമലി നമുക്ക് 0യും 1ഉം -1ഉം ഇട്ട കാര്യം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ -1 ഇട്ട് കൊടുക്കുവാണേ. അപ്പോൾ -1 ഇട്ട് കൊടുക്കുമ്പോൾ -1 ഹോൾ ക്യൂബ് എന്ന് വെച്ചാൽ -1 ഹോൾ ക്യൂബ് പ്ലസ് -1, അതായത് -1 ഈക്വൽ ടു -2 ആണ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, 0 ഡിഫറെൻ്റ് ആണ്, 2 ഡിഫറെൻ്റ് ആണ്, -2 ഡിഫറെൻ്റ് ആണ്. അതായത് ഓരോ എലമെൻസിനും യുണീക്കായിട്ടുള്ള ഇമേജാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമുക്കിത് എന്താണെന്ന് പറയാനായിട്ട് പറ്റും? 1 1 ആണെന്ന് പറയാനായിട്ട് പറ്റും. നമുക്ക് നെക്സ്റ്റ് ഓപ്ഷനും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. f(x) ഈക്വൽ ടു x³ - x. അപ്പോൾ f(0) നോക്കുവാണെങ്കിൽ 0 തന്നെ. f(1) നോക്കുവാണെങ്കിൽ 1³ -1 എന്ന് പറയുന്നത് 0 തന്നെ. ഇനി f(-1) നോക്കുവാണെങ്കിലോ -1 ഹോൾ ക്യൂബ് -1. അപ്പോൾ ഇവിടെ -1 ഹോൾ ക്യൂബ് എന്ന് വെച്ചാൽ -1 മൈനസ് ഓഫ് -1 എന്ന് വെച്ചാൽ +1 0. അപ്പോൾ 0ൻ്റെയും -1ൻ്റെയും അതുപോലെ തന്നെ 1ൻ്റെയും ഇമേജ് എന്ത് തന്നെയാണ്? 0 തന്നെയാണ്, യുണീക്ക് അല്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ഫംഗ്ഷൻ 1 1 അല്ല എന്ന് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇതും അല്ല എന്ന് പറയാം. കറക്റ്റായിട്ട് വരുന്നത് C ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പരീക്ഷയ്ക്ക് 0 ഇട്ട് കൊടുക്കുക, 1 ഇട്ട് കൊടുക്കുക, -1 ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ x², അങ്ങനത്തെ x², x⁴, x⁶ ഒക്കെ കാണുമ്പോൾ ഒരു ചാൻസ് ഉണ്ട് അത് ആവാണ്ടിരിക്കാനായിട്ട്. അപ്പോൾ അത് അവസാനം നോക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പീരീഡ് ഓഫ് ദ ഫംഗ്ഷൻ f(x) ഈക്വൽ ടു സൈൻ ഓഫ് 4x + 1/2π. നമ്മളോട് ഒരു ഫംഗ്ഷൻ്റെ പീരീഡാണ് ചോദിച്ചേക്കുന്നത്. ഒരു ഫംഗ്ഷൻ്റെ പീരീഡ് കാണാനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ മാത്രം ഓർത്തിരുന്നാൽ മതി. പീരീഡ് ഈസ് ഈക്വൽ ടു 2π/k ആണ് ആ ഇക്വേഷൻ. ഇനി k എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് x ആണ്. കോഎഫിഷ്യൻ്റ് ഓഫ് x. അതായത് ഇവിടെ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നമുക്കിതിനെ 4x/2π + 1/2π എന്ന് എഴുതുന്നതിന് പ്രശ്നമുണ്ടോ? അപ്പോൾ ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണ്? 4/2π അല്ലേ? ഓക്കെ, അപ്പോൾ k എന്ന് പറയുന്നത് എന്താണ്? k ഈസ് ഈക്വൽ ടു 4/2π. ദാറ്റ് മീൻസ് നമുക്ക് ഈ 4ഉം 2ഉം ക്യാൻസൽ ചെയ്താൽ നമുക്ക് 2/π കിട്ടൂലേ. അപ്പോൾ നമുക്ക് പീരീഡ് കണ്ടുപിടിക്കാനായിട്ട് പീരീഡ് ഈസ് ഈക്വൽ ടു 2π/ എന്താണ് k കിട്ടിയേക്കുന്നത്? 2/π ആണ്. ഓക്കെ, 2/π ആണ്. അതായത് 2π × π/2 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 2π²/2, 2π²/2 വിച്ച് ഈസ് ഈക്വൽ ടു π² ആണ് ആൻസർ വരിക. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ആകെ ഓർത്തിരിക്കേണ്ട ഇക്വേഷൻ, പീരീഡ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 2π/k ആണ് പീരീഡ് കാണാനുള്ള ഇക്വേഷൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, let theta be the angle between the lines 2x minus y plus 1 equal to 0 and 3x minus y plus 2 is equal to 0. അങ്ങനെയാണെങ്കിൽ tan തീറ്റയാണ് കാണേണ്ടത്. അപ്പോൾ രണ്ട് ലൈൻസ് വെച്ചുണ്ടാകുന്ന ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ പഠിച്ചു വയ്ക്കുക. tan തീറ്റ is equal to m2 minus m1 divide by 1 plus m1 m2. ഓക്കെ, ഇനി ഈ m1 m2 എന്ന് പറയുന്ന m1 എന്ന് പറയുന്ന നമ്മുടെ ഫസ്റ്റ് ലൈനിൻ്റെ സ്ലോപ്പാണ്.
ഓക്കെ, M2 എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് ലൈനിൻ്റെ സ്ലോപ്പാണ്. അപ്പോൾ സ്ലോപ്പ് കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ ലൈനിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് y = mx + c ആണ്. അപ്പോൾ ആ എക്സിൻ്റെ കൂടെ കിടക്കുന്നവനാണ് ആര്? നമ്മുടെ സ്ലോപ്പ് ഓഫ് ദ ഫസ്റ്റ് ലൈൻ, അല്ലെങ്കിൽ M1 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന ഇക്വേഷനെ നമുക്ക് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടുത്തെ ഈ -y-നെ നമുക്ക് ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് ഇട്ടാൽ y = 2x + 1 എന്ന് കിട്ടും. ഇവിടെ M1 എന്താണ്? 2 എന്നുള്ള കാര്യം കിട്ടി. അപ്പോൾ M1 = 2 കിട്ടി കേട്ടോ. ഇനി നെക്സ്റ്റ് M2 ആണ് നമുക്ക് കാണണ്ടേ. ഓക്കെ, അപ്പോൾ ഇവിടെ M2 കാണാൻ നമ്മുടെ ലൈനിൻ്റെ ഇക്വേഷൻ 3x - y + 2 = 0 എന്നാണ് കൊടുത്തേക്കുന്നത്. അത് നമുക്ക് റീറൈറ്റ് ചെയ്യാം. 3x + 2 = y. അപ്പോൾ ഇവിടുത്തെ M2 എന്ന് പറയുന്നത് എന്താണ്? M2 എന്ന് പറയുന്നത് 3 ആണ്. അതുപോലെ തന്നെ M1 എത്രയാണ് കിട്ടിയേക്കുന്നത്? M1 കിട്ടിയേക്കുന്നത് 2 ആണ്. ഓക്കെ, അപ്പോൾ tan θ എന്ന് പറയുന്നത് എന്താണ്? M2 - M1 ഡിവൈഡഡ് ബൈ 1 + M1 M2. മനസ്സിലായോ? അതായത് M2 എന്ന് പറയുന്നത് എന്താണ്? 3 - 2 ഡിവൈഡഡ് ബൈ 1 + 3 × 2. 3 - 2 1, 1/1 + 3 × 2, ദാറ്റ് മീൻസ് 1/6. അപ്പോൾ θ = tan 1/6 ആണ് എന്ത്? ആംഗിൾ. ഓക്കെ ആണോ? സോറി, ഇവിടെ നോക്കിക്കേ. 3 × 2 6, 6 + 1 7 ആണ്. ഓക്കെ, 7. സോ tan 1/7. അതായത് tan θ എന്ന് പറയുന്നത് എന്താണ്? 1/7 ആണ് നമ്മുടെ ആൻസർ വരിക. ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. At which among the following points the tangent to the parabola y² = 4x has slope 1? Okay, at which among the following points the tangent to the parabola y² = 4x എന്ന് പറയുന്ന പരാബോളയ്ക്ക് ടാൻജൻ്റായിട്ട്, അതായത് സ്ലോപ്പ് 1 ആയിട്ട് വരുന്ന ടാൻജൻറ്റ് പോയിൻറ്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അറ്റ് വിച്ച് എമംഗ് ദ ഫോളോയിങ് പോയിൻറ്റ്സ് ദ ടാൻജൻറ്റ് ടു ദ പരാബോള y² = 4x ഹാസ് സ്ലോപ്പ് 1 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് y² = 4x ആണ് നമ്മുടെ പരാബോള. ഓക്കെ, അപ്പോൾ ഏത് പോയിൻറ്റിലെ ടാൻജൻറ്റ് ടു ദ പരാബോളയ്ക്കാണ് സ്ലോപ്പ് 1 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സ്ലോപ്പ് തന്നിട്ടുണ്ട്, അതായത് dy/dx ആണ് തന്നേക്കുന്നത്. എന്തായിട്ടാണ് തന്നേക്കുന്നത്? 1 ആയിട്ടാണ് തന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് y² = 4x സ്ലോപ്പ് കണ്ടുപിടിക്കുക. ഓക്കെ, ദാറ്റ് മീൻസ് dy/dx, അതായത് എക്സ് വെച്ചുകൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. കാരണം ഇതാണ് നമുക്ക് തന്നേക്കുന്നത്. ഇവനെയും കണക്ട് ചെയ്യണം. അതിന് വേണ്ടി നമ്മൾ എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 2y × dy/dx = 4. ഓക്കെ, അതായത് y dy/dx = 2 എന്ന് കിട്ടും. അതായത് dy/dx = 2/y എന്ന് കിട്ടും. അപ്പോൾ ഇവൻ ആരാണ്? 1 അല്ലേ? അതായത് 1 = എന്താണ്? 2/y, വിച്ച് ഇംപ്ലൈസ് എന്താണ്? y എന്ന് പറയുന്നത് എന്തായിട്ട് കിട്ടി? 2 ആയിട്ട് കിട്ടി. അപ്പോൾ y2 നമുക്ക് പോയിൻ്റ് എന്ന് പറയുമ്പോൾ അതിൽ എക്സ് എന്താണെന്നും കൂടി അറിയണ്ടേ? എക്സ് എന്താണെന്നും അറിയണം, y2 എന്ന് അറിഞ്ഞ സ്ഥിതിക്ക് നമുക്കിനി എന്ത് ചെയ്താൽ മതി? ഈ y = 2 നമ്മുടെ y² = 4x ഇട്ടാൽ പോരെ. അതായത് നമ്മുടെ y² = 4x എന്തിടുക? x = y = നമ്മൾ എന്തായിരുന്നു ഫൈൻഡ് ചെയ്തേ? 2 ഇട്ട് കൊടുത്താൽ മതി.
ഓക്കെ, അതായത് 2² ഈസ് ഈക്വൽ ടു 4x, 4 ഈസ് ഈക്വൽ ടു 4x ഇംപ്ലൈസ് x ഈക്വൽ ടു 1. അപ്പോൾ പോയിൻ്റ് ഏതാണ്? 1ഉം 2ഉം. മനസ്സിലായോ? അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? അതായത് 1, 2 പാസ് ചെയ്യുന്ന ടാൻജൻറ്റ്. ഓക്കെ, നമ്മുടെ പരാബോളേനെ 1, 2 എന്ന പോയിന്റിൽ മീറ്റ് ചെയ്തുകൊണ്ട് പാസ് ചെയ്യുന്ന പരാബോള എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അതിനാണ് എന്ത്? സ്ലോപ്പ് 1 ആയിട്ടുള്ളത്. മനസ്സിലായോ? അപ്പോൾ ഇത്ര കാര്യം മനസ്സിലാക്കിയാൽ മതി. നമുക്ക് സ്ലോപ്പ് തന്നിട്ടുണ്ട്. സ്ലോപ്പ് കാണാനുള്ള ഇക്വേഷൻ dy/dx ആണ്. അപ്പോൾ എന്താണ് ഇവിടെ നമ്മുടെ പരാബോളയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ dy/dx കണ്ടുപിടിക്കുക. എന്നാലാണ് ഇവരെ തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കണക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The direction cosines of the line joining 1, 2, 1 and 2, 1 minus 1 are. ഇവിടെ 2 സെറ്റ് ഓഫ് പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. ആ 2 സെറ്റ് ഓഫ് പോയിൻറ്റ്സ് ജോയിൻ ചെയ്യുന്ന ലൈനിൻ്റെ ഡയറക്ഷൻ കൊസൈൻസ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങളോട് 2 സെറ്റ് ഓഫ് പോയിൻറ്റ്സ് തന്നു. ആ ലൈൻ, ആ 2 പോയിൻറ്റ്സിനെ ജോയിൻ ചെയ്യുന്ന ലൈനിൻ്റെ ഡയറക്ഷൻ കൊസൈൻസ് എന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ ഇത്ര മാത്രം ചെയ്താൽ മതി. അതായത് നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ കണ്ടുപിടിക്കേണ്ടത്, അല്ലെങ്കിൽ ഡയറക്ഷൻ കൊസൈൻസിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് x2 മൈനസ് x1 ഡിവൈഡഡ് ബൈ ലെങ്ത്ത്, y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ ലെങ്ത്ത്, z2 മൈനസ് z1 ഡിവൈഡഡ് ബൈ ലെങ്ത് ആണ് നമ്മുടെ ഡയറക്ഷൻ കൊസൈൻ്റെ ഫോർമുല. അപ്പോൾ ഇവിടെ ഇത് x1, y1, z1, x2, y2, z2. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് x2 മൈനസ് x1 എന്താണെന്ന് നോക്കാം. x2 മൈനസ് x1 മീൻസ് 2 മൈനസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു 1. y2 മൈനസ് y1 എന്താണെന്ന് നോക്കാം, വിച്ച് ഈസ് ഈക്വൽ ടു 1 മൈനസ് 2 വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് 1. ഇനി z2 മൈനസ് z1 മീൻസ് മൈനസ് 1 മൈനസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് 2. ഓക്കെ, ഇനി ലെങ്ത്ത് കാണാനുള്ള ഇക്വേഷൻ, ലെങ്ത്ത് മീൻസ് റൂട്ട് ഓഫ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ പ്ലസ് z2 മൈനസ് z1 ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ റൂട്ട് ഓഫ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ മീൻസ് 1 ആണ്. ഓക്കെ, 1 ആണ്. സോ 1 സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് 1 ആണ്. സോ മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് z2 മൈനസ് z1 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് 2. അതായത് മൈനസ് 2 ഹോൾ സ്ക്വയർ ആണ്. ദാറ്റ് മീൻസ് റൂട്ട് ഓഫ് 1 സ്ക്വയർ 1 പ്ലസ് മൈനസ് 1 ഹോൾ സ്ക്വയർ അഗെയിൻ 1 പ്ലസ് മൈനസ് 2 ഹോൾ സ്ക്വയർ 4. സോ 4 പ്ലസ് 1 പ്ലസ് 1 6. റൂട്ട് 6 ആണ് ആൻസർ. അപ്പോൾ നമ്മുടെ ഡയറക്ഷൻ കൊസൈൻസ് എന്തൊക്കെയാണ് വരുന്നത്? 1/√6 മൈനസ് 1/√6 മൈനസ് 2/√6. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ട് വരുന്ന ആൻസർ. ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 8. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ 2x മൈനസ് 3y പ്ലസ് z ഈക്വൽ ടു 1. അപ്പോൾ 2x മൈനസ് 3y പ്ലസ് z ഈക്വൽ ടു 1 എന്ന് പറയുന്ന പ്ലെയിന് അതിനോട് പെർപെൻഡിക്കുലറായിട്ട് കിടക്കുന്ന പ്ലെയിൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേതാണ് ആ പ്ലെയിൻ്റെ ഇക്വേഷൻ? അപ്പോൾ അങ്ങനെ ഒരു പ്ലെയിനോട് വേറൊരു പ്ലെയിൻ പെർപെൻഡിക്കുലർ ആണെങ്കിൽ a1 a2 പ്ലസ് b1 b2 പ്ലസ് c1 c2 എന്ന് പറയുന്ന എന്തായിരിക്കും? 0. ഇവിടെ a1 b1 c1, a1 എന്ന് പറയുന്ന എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ്, b1 എന്ന് പറയുന്ന വൈയുടെ കോഎഫിഷ്യൻറ്റ്, c1 എന്ന് പറയുന്നത് ഇസൻ്റെ കോഎഫിഷ്യൻറ്റ്. ഇനി ഈ പെർപെൻഡിക്കുലറായിട്ട് കിടക്കുന്ന പ്ലെയിനിൻ്റെ ഇക്വേഷൻ്റെ എക്സിൻ്റെയും വൈൻ്റെയും ഇസൻ്റെയും കോഎഫിഷ്യൻസാണ് a2 b2 c2.
ഓക്കെ, അപ്പോൾ ഇവിടെ A1 ഈക്വൽ ടു 2 ആണ്, B1 ഈക്വൽ ടു -3 ആണ്, C1 ഈക്വൽ ടു 1 ആണ്. അപ്പോൾ നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. A, B, C ചെക്ക് ചെയ്യാം. ഇപ്പോൾ D നമുക്ക് നോക്കാം. ഇവിടെ A2ൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണ്? 2 ആണ്. B2ൻ്റെ കോഎഫിഷ്യൻ്റ് ഇവിടെ എന്താണ്? 1 ആണ്. വൈയുടെ കൂടെ കിടക്കുന്ന ആൾ 1. C2ൻ്റെ കോഎഫിഷ്യൻ്റ് ഇസൻ്റെ കൂടെ കിടക്കുന്ന ആൾ ആരാണ്? -1. ഇനി ജസ്റ്റ് പ്രൊഡക്റ്റ് എടുക്കുക. 2 × 2 2 × 2 പ്ലസ് -3 × 1 പ്ലസ് 1 × -1. 0 ആണോ എന്ന് നോക്കുക. 2 × 2 4, -3 × 1 -3, 1 × -1 -1. That means 4 - 4 which is equal to 0. That means ഈ പ്ലെയിനും എന്താണ്? പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ആകെ നോക്കേണ്ടത് എന്താണ്? A1 A2 പ്ലസ് B1 B2 പ്ലസ് C1 C2 ഈക്വൽ ടു 0 ആണെങ്കിൽ ആ രണ്ട് പ്ലെയിൻസ് പെർപെൻഡിക്കുലർ ആണെന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ വാല്യൂ ഓഫ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് സൈൻ ഓഫ് 1 - 1/x ഈസ്. അപ്പോൾ നമുക്കൊരു കാര്യം അറിയാം, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. ഓക്കെ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. 0 ഇൻറ്റു, ഇവിടെ നോക്കിക്കേ, ഇതെന്ത് ഫങ്ഷനാണ്? ഇതൊരു ബൗണ്ടഡ് ഫങ്ഷനാണ്. സൈൻ ഓഫ് എന്തായിക്കോട്ടെ അതിൻ്റെ വാല്യൂ എപ്പോഴും -1നും 1നും ഇടയിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് പറയാം? ഇതൊരു ബൗണ്ടഡ് ഫങ്ഷനാണെന്ന് പറയാം. ഇനിയിപ്പോൾ കോസ് ആണെങ്കിലും ബൗണ്ടഡ് തന്നെ. അപ്പോൾ 0 ഇൻറ്റു ബൗണ്ടഡ് ഫങ്ഷൻ ആണ് എങ്കിൽ, ഓക്കെ, 0 ഇൻറ്റു ബൗണ്ടഡ് ഫങ്ഷൻ ആണെങ്കിൽ അതിൻ്റെ ആൻസർ എപ്പോഴും എന്തായിരിക്കും? 0. ഓക്കെ, അപ്പോൾ 0 ഇൻറ്റു ബൗണ്ടഡ് ഫങ്ഷൻ ഈസ് ഓൾവേസ് 0 എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 e2x മൈനസ് e(x)/x. ഇവിടെ നമുക്ക് എക്സിന് 0 കൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അതായത് എക്സ് ആസ് ടെൻസ് ടു 0യിലേക്ക് പോകുമ്പോൾ എന്താവുമെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 2 ഇൻറ്റു 0 ദാറ്റ് മീൻസ് 0 മൈനസ് e(x)ൻ്റെ സ്ഥാനത്ത് 0 കൊടുക്കുമ്പോൾ 0 ഡിവൈഡ് ബൈ 0 ദാറ്റ് മീൻസ് e(0) 1 മൈനസ് 1/0 ദാറ്റ് മീൻസ് 0/0 ഫോം. ഈ ഒരു ഫോം ഒരിക്കലും പോസിബിൾ അല്ല, അല്ലെങ്കിൽ 0/0 അല്ലെങ്കിൽ ∞/∞. അപ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യും? എൽ ഹോസ്പിറ്റൽ റൂളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, എൽ ഹോസ്പിറ്റൽ റൂള്, അതായത് എന്താണെന്ന് വെച്ചാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 അങ്ങനെ തന്നെ കൊടുക്കുക. e(2x മൈനസ് e(x)ൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുക. e(x)ൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് e(x) തന്നെ. e(2x)ൻ്റെ ആകുമ്പോഴോ 2e(2x). അങ്ങനെ ഇനി മൈനസ് e(x)ൻ്റെ ഡിഫറൻഷ്യൽ e(x) ഡിവൈഡഡ് ബൈ എക്സിൻ്റെ ഡിഫറൻഷ്യൽ 1. ഇനി 0 ഇട്ട് കൊടുക്കുമ്പോഴോ e(2 × 0 0 മൈനസ് e(0/1). 2 ഇൻറ്റു e(0) ദാറ്റ് മീൻസ് 2 ഇൻറ്റു 1 2 മൈനസ് e(0) 1 ഡിവൈഡ് ബൈ 1 വിച്ച് ഈസ് ഈക്വൽ ടു 1/1. ആൻസർ എന്താണ് വരിക? 1 ആണ് വരിക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവിടെ ഞാൻ റെക്കോർഡ് ചെയ്തു എന്ന് വിചാരിച്ച് ഞാനങ്ങ് എഴുതിപ്പോയി. പിന്നെയാണ് മനസ്സിലായേ റെക്കോർഡായിട്ടില്ലായിരുന്നു എന്ന്. അതാണ് ഇവിടെ നോക്കിക്കേ, 11th ക്വസ്റ്റ്യൻ ആണ്. ദ ഫങ്ഷൻ f(x) ഈക്വൽ ടു sin x പ്ലസ് 2 cos x ഈസ്. ഇവിടെ നമുക്കൊരു ഫങ്ഷൻ തന്നിട്ടുണ്ട്. f(x) എന്ന് പറയുന്നത് sin x പ്ലസ് 2 cos x ആണ്. നമ്മളോട് ഈ പറയുന്ന ഫങ്ഷൻ ഇൻക്രീസിങ് ആണോ അല്ലെങ്കിൽ ഡിക്രീസിങ് ആണോ ഈ തന്നിരിക്കുന്ന ഇൻ്റർവെല്ലിൽ നമ്മളോട് നോക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ക്ലോസ്ഡ് ഇൻ്റർവെൽ 0 to π/4 ഈ ഫങ്ഷൻ ഇൻക്രീസിങ് ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അതുപോലെ തന്നെ ക്ലോസ്ഡ് ഇൻ്റർവെൽ 0 to π/2 ഈ ഫങ്ഷൻ ഇൻക്രീസിങ് ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അതുപോലെ തന്നെ 0 to π/2 ഈ ഫങ്ഷൻ ക്ലോസ്ഡ് ഇൻ്റർവെൽ
അവിടെ ഡിക്രീസിങ് എന്നും അതുപോലെ തന്നെ ക്ലോസ്ഡ് ഇൻ്റർവെൽ π/4 to π/2ൽ ഈ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കേണ്ട 2 പോയിൻറ്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് 0, π/4, π/2 ഈ 3 പോയിൻറ്റ്സിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സ് പ്ലസ് 2 കോസ് എക്സ് ആണ്. നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്യുക. ദാറ്റ് മീൻസ് എഫ് ഡാഷ് ഓഫ് എക്സ് ഫൈൻഡ് ചെയ്യുക. അതായത് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്ന സൈൻ എക്സിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്താണ്? കോസ് എക്സ് പ്ലസ് 2, അങ്ങനെ തന്നെ കോസ് എക്സിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? കോസ് എക്സ് മൈനസ് 2 സൈൻ എക്സ് കിട്ടി. ഇനി ഈ എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ, അറ്റ് ദ പോയിൻ്റ് ലെസ് ദാൻ 0 ആണെങ്കിൽ ഡിക്രീസിങ് എന്നും, അറ്റ് ദ പോയിൻറ്റിൽ എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഇൻക്രീസിങ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഈ 3 പോയിൻറ്റ്സിൽ ഈ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ എഫ് ഡാഷ് ഓഫ് എക്സ് എഴുതി, കോസ് എക്സ് മൈനസ് 2 സൈൻ എക്സ്. നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ എഫ് ഓഫ് 0 എന്ന് പറയുന്ന പോയിൻ്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. എഫ് ഓഫ് 0 ഈക്വൽ ടു കോസ് 0 എന്ന് പറയുന്നത് എന്താണ്? 1 മൈനസ് 2 times sin 0, that means 0. 2 times 0, 0, which is equal to 1 minus 0, 1. Greater than 0 ആണ്. ഫംഗ്ഷൻ എന്താണ്? ഇൻക്രീസിങ് ആണ്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് പോയിന്റ് നോക്കുകയാണ്. എഫ് ഓഫ് π/4, അതായത് കോസ് π/4 മൈനസ് സൈൻ π/4. അപ്പോൾ കോസ് π/4 എന്ന് പറയുന്നത് 1/√2 മൈനസ് 2 ടൈംസ് സൈൻ π/4ഉം എഗെയിൻ 1/√2. സോ 1/√2 മൈനസ് 2/√2 എന്ന് പറയുന്നത് എന്താണ്? √2 ആണ്. ഓക്കെ, സോ 1/√2 മൈനസ് √2 എന്ന് പറയുന്നത് എന്താണ്? വിച്ച് ഈസ് എ നെഗറ്റീവ് വാല്യൂ, ലെസ് ദാൻ 0 ആണ്. ഓക്കെ, 1/√2 എന്ന് പറയുന്നത് ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് അല്ലേ? അതിൽ നിന്ന് √2 കുറയ്ക്കുമ്പോൾ എന്താണ്? ലെസ് ദാൻ 0 ആണ്. ഇപ്പോൾ √2ൻ്റെ വാല്യൂ 1.4 സംതിങ് ആണ്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? ലെസ് ദാൻ 0 ആണ്. അപ്പോൾ നമ്മുടെ എക്സ് ഈക്വൽ ടു π/4ൽ ഇതെന്താണ്? ഇത് ഡിക്രീസിങ് ഫങ്ഷനാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ 0ൽ ഈ ഫങ്ഷൻ എന്താ? ഇൻക്രീസിങ് ആണ്. π/4ൽ ഈ ഫങ്ഷൻ ഡിക്രീസിങ് ആണ്. പക്ഷേ ഇവിടെ പറഞ്ഞേക്കുന്ന 0 എന്ന പോയിന്റിലും π/4 എന്ന പോയിന്റിലും അതിൻ്റെ ഉള്ളിലുള്ള പോയിന്റ്സിലും എന്താണ്? ഇൻക്രീസിങ് ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതെന്താണ്? തെറ്റാണ്. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കേ. ഇനിയിപ്പോൾ π/2ൻ്റെ നമുക്കൊന്ന് നോക്കാം. നമുക്ക് π/2ൻ്റെ ഒന്ന് നോക്കുവാണെങ്കിൽ ഇവിടെ എഫ് ഓഫ് π/2 which is equal to cos π/2 മൈനസ് 2 സൈൻ π/2. കോസ് 90 ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. മൈനസ് 2, കോസ് 90 ഡിഗ്രി എന്ന് വെച്ചാൽ 0, മൈനസ് 2 സൈൻ 90 ഡിഗ്രി എന്ന് വെച്ചാൽ 2 സൈൻ π/2 മീൻസ് 1. സോ മൈനസ് 2 ടൈംസ് 1, ദാറ്റ് മീൻസ് 2. ഇതെന്ന് പറയുന്നത് എന്താണ്? ലെസ് ദാൻ 0, മൈനസ് 2 ആണ്. അപ്പോൾ π/2ൽ ഈ ഫംഗ്ഷൻ എന്താണ്? ഡിക്രീസിങ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ. π/4ലും π/2ലും നമ്മൾ നോക്കിയപ്പോൾ എന്താ? ഡിക്രീസിങ് ആയിട്ടാണ് കണ്ടത്. ഇവിടെ നോക്കിക്കേ, 0ലും π/2ലും ഡിക്രീസിങ്. 0ൽ എന്താണെന്നാണ് നമ്മൾ കണ്ടേക്കുന്നത്? ഇൻക്രീസിങ് ആണെന്നാണ് കണ്ടത്. ഓക്കെ, പിന്നെ ഇവിടെ നോക്കിക്കേ, 0ൽ ഇൻക്രീസിങ് ആണ്. ഓക്കെ, പക്ഷെ π/2ൽ എന്താ? ഡിക്രീസിങ് ആണ്. അപ്പോൾ ഈ ബി ഓപ്ഷനും വരത്തില്ല, സി ഓപ്ഷനും വരത്തില്ല. വരാൻ ചാൻസ് ഉള്ള എന്താണ്? ഡി ഓപ്ഷനാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക. അതായത് ഈ പറയുന്ന ഡിക്രീസിങ് ആണോ ഇൻക്രീസിങ് ആണോ എന്നറിയാനായിട്ട് ജസ്റ്റ് എന്ത് ഫൈൻഡ് ചെയ്യുക? അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് എക്സ് ഫൈൻഡ് ചെയ്തിട്ട് ലെസ് ദാൻ 0 ആണോ ഗ്രേറ്റർ ദാൻ 0 ആണോ എന്ന്
നോക്കിയാൽ മാത്രം മതി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ നോക്കിക്കേ. There are 2 coins. One has head marked on both sides. Okay. The other is a fair coin. സാധാ കോയിൻ ഹെഡും ഉണ്ട് ടെയിലും ഉണ്ട്. പക്ഷേ ഒരു കോയിനിൽ 2 സൈഡും എന്താണ്, ഹെഡ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ ഇവിടെ എത്ര ഹെഡ് വന്നു? 3 ഹെഡ് വന്നു, ഒരു ടെയിലുമാണ് ഉള്ളത്. ഓക്കെ, ടോട്ടൽ എത്രയിൽ? 4 എണ്ണത്തിൽ. ഇനി 1 coin is chosen at random and tossed. What is the probability that head appears? അതായത് ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട്. ഓക്കെ, ടോട്ടൽ ഔട്ട്കംസ് എന്ന് പറയുന്നത് 4. അതിൽ ഹെഡ് എത്ര എണ്ണം ഉണ്ട്? നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ്. ഹെഡ് എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം. ഓക്കെ, അപ്പോൾ 3/4, അതായത് 4-ൽ 3 എണ്ണവും എന്ത് കിട്ടാനാണ് ചാൻസ്? നമ്മുടെ ഹെഡ് കിട്ടാനാണ് ചാൻസ്. മനസ്സിലായോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If A and B are 2 events with probabilities P of A എന്ന് പറയുന്നത് -0.7 and P of B എന്ന് പറയുന്നത് 0.8, then which of the following is a consequence? ഏത് ഓപ്ഷനാണ് ശരിയെന്നാണ് ചോദിച്ചിരുന്നത്. അപ്പം നമുക്കറിയാവുന്ന ഒരെണ്ണമുണ്ട്. P of A യൂണിയൻ B എന്ന് പറയുന്നത് P of A plus P of B മൈനസ് P of A ഇൻ്റർസെക്ഷൻ B ആണെന്നുള്ള കാര്യം അറിയാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമുക്കൊരു കാര്യം കൂടി അറിയാം. അതായത് ഈ പറയുന്ന P of A പ്ലസ് P of B മൈനസ് P of A ഇൻ്റർസെക്ഷൻ B എപ്പോഴും എന്തായിരിക്കും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. ഓക്കെ, ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? മൈനസ് P of A ഇൻ്റർസെക്ഷൻ ബിനെ നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് P of A പ്ലസ് 1 മൈനസ് P of A മൈനസ് P of B എന്ന് എഴുതാലോ. അതായത് P of A ഇൻ്റർസെക്ഷൻ B ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മൈനസ് 1 പ്ലസ് P of A പ്ലസ് P of B എന്ന് എഴുതാലോ. ഓക്കെ, അതായത് P of A ഇൻ്റർസെക്ഷൻ B ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മൈനസ് 1 പ്ലസ് P of A എന്താ ഇവിടെ കൊടുത്തേക്കുന്ന 0.7 മൈനസ് P of B ഇവിടെ എന്താ കൊടുത്തേക്കുന്ന 0.8. ഓക്കെ, അപ്പോൾ 0.7-ൽ നിന്നും മൈനസ് 0.8 ഓക്കെ കുറച്ചിട്ട് എന്ത് ചെയ്യാം? -1-നോട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതായത് വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0.5. അതായത് -1 പ്ലസ് 0.7 മൈനസ് 0.8. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്നത് 0.5 ആണ്. സോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ ആണോ? ഇവിടെ നമുക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -1.1 ആണ്. ഓക്കെ, -1.1-നേക്കാൾ വലുത്. ഓക്കെ, അപ്പോൾ അവിടെ 0.5 വരാനും ചാൻസ് ഉണ്ടല്ലോ. ഓക്കെ, സോ ഓപ്ഷൻ ബി ആണ് എന്തായിട്ട് വരിക? കറക്റ്റായിട്ട് വരുന്ന ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ നോക്കിക്കേ. അതായത് ഇൻ്റഗ്രൽ 0 to π e⁻x cos x മൈനസ് e⁻x sin x dxൻ്റെ ഇൻ്റഗ്രലാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു കാര്യം ഓർക്കുക, അതായത് d/dx ഓഫ് e⁻x cos xൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുന്നതാണ് e⁻x cos x മൈനസ് e⁻x sin x. ഓക്കെ, e⁻x sin x.
അപ്പോൾ ഈ പറയുന്ന ഇ റേസ് ടു എക്സ് കോസ് എക്സ് മൈനസ് ഇ റേസ് ടു എക്സ് സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഇ റേസ് ടു എക്സ് കോസ് എക്സ് തന്നെയാണ് എന്ത് ഇതിൻ്റെ ഇൻ്റഗ്രൽ. ഇനി നമുക്ക് എന്ത് കൊടുത്താൽ മതി? ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കൊടുക്കുക. അതായത് ഇ റേസ് ടു കോസ് എക്സ് 0 to പൈ കൊടുക്കുക. അതായത് ഇ റേസ് ടു പൈ കോസ് പൈ മൈനസ് ഇ റേസ് ടു 0 കോസ് 0. ഇ റേസ് ടു പൈ അങ്ങനെ തന്നെ നിൽക്കുക. കോസ് പൈ എന്ന് വെച്ചാൽ -1. ഓക്കെ, മൈനസ് ഇ റേസ് ടു 0 1 ഇൻറ്റു കോസ് 0 എന്ന് പറയുന്നത് എഗെയിൻ 1. അതായത് എന്താണ്? മൈനസ് ഇ റേസ് ടു പൈ -1 ആണ്. -1 ആണ് എന്ത് ആൻസറായിട്ട് വരിക. സോ ഓപ്ഷൻ ഡി -1 മൈനസ് എ റേസ് ടു എക്സ് ആണ് കറക്റ്റായിട്ട് വരുന്ന ആൻസർ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ നോക്കിക്കേ. അതായത് ലെറ്റ് എക്സ് എൻ ഈക്വൽ ടു 1/n² + 1 ആൻഡ് വൈ എൻ ഈക്വൽ ടു -1 ഹോൾ റേസ് ടു n, then which of the following is true about the sequences xn and yn? അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക. അതായത് ഇപ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എക്സ് എൻ എന്ന് പറയുന്ന 0 ആണെങ്കിൽ ആ പറയുന്ന എക്സ് എൻ എന്ന് പറയുന്ന സീക്വൻസ് കൺവേർജൻ്റ് ആണെന്നുള്ള കാര്യം നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, കൺവേർജൻ്റ് ആണെന്നുള്ള കാര്യം സെറ്റാക്കാൻ പറ്റും. അപ്പം നമുക്ക് ഇവിടെ എക്സൻ്റെ ഒന്ന് നോക്കാം. അപ്പം നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1/n² + 1 എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ദാറ്റ് മീൻസ് ലിമിറ്റ് n ടെൻസ് ടു, ഇവിടെ എന്നിലുള്ള ഫംഗ്ഷൻ അല്ലേ, n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n² + 1 എന്ന് പറയുമ്പോൾ എന്നിന് ഇൻഫിനിറ്റി കൊടുത്താൽ ∞² ഇൻഫിനിറ്റി +1 ഇസ് എഗെയിൻ ഇൻഫിനിറ്റി. 1/∞ എന്താണ്? 0 ആണ്. അപ്പോൾ ഇതൊരു കൺവേർജൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരു കൺവേർജിങ് സീക്വൻസ് ആണെന്ന് പറയാനായിട്ട് പറ്റും. ഇനി നമ്മളിവിടെ നോക്കിക്കേ, yn, അതായത് ഇപ്പോൾ n 1 ആകുമ്പോൾ എന്താണ്? n 1 ആകുമ്പോൾ ഇത് -1 ആകും. n 2 ആകുമ്പോൾ +1 ആവും. അതായത് ഓഡ് ആകുമ്പോൾ -1ഉം ഈവൻ ആകുമ്പോൾ 1ഉം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇതൊരു പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യുന്നില്ല, അത് അങ്ങോട്ട് ഓക്സിലേറ്റ് ചെയ്ത് കളിക്കുക. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചേക്കുന്ന എക്സ് എൻ ആൻഡ് വൈ എൻ ആർ കൺവേർജൻറ്റ്. എക്സ് എൻ കൺവേർജൻ്റ് ആണ്, വൈ എൻ കൺവേർജൻ്റ് ആണോ? കൺവേർജൻ്റ് അല്ല, അതൊരു ഓക്സിലേറ്റിംഗ് സീക്വൻസ് ആണ്. അപ്പം നമുക്ക് ഈ ഓപ്ഷൻ കട്ട് ചെയ്യാം. ഇനി എക്സ് എൻ പ്ലസ് വൈ എൻ ഈസ് കൺവേർജൻറ്റ്. ഇത് രണ്ടും കൂടി നമ്മൾ ആഡ് ചെയ്യുകയെന്ന് വിചാരിച്ചോ. -1 ഹോൾ റേസ് ടു n പ്ലസ് 1/n² + 1. അപ്പോഴും എന്താണ് അവിടെ എന്താണ് ഓക്സിലേറ്റ് ചെയ്ത് കളിക്കുക. ഓക്കെ, അതായത് ഇവിടെയും നമ്മളിപ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുത്തു. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി എന്തായി പോയി? 0 ആയി പോവും. 1/∞ വരുന്ന. ഓക്കെ, ദാറ്റ് മീൻസ് 0. അപ്പോൾ ഇവിടെ വീണ്ടും അത് ഓക്സിലേറ്റ് ചെയ്ത് കളിക്കുക. അപ്പോൾ ഈ ഓപ്ഷനും വരത്തില്ല. ഇനിയിപ്പോൾ ഇവിടെ നടുക്കിപ്പോൾ മൈനസ് ആണെങ്കിലും എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇത് 0 ആയി പോവും. പിന്നെ ഇതെന്താണ്? ഓക്സിലേറ്റ് ചെയ്ത് കളിക്കുകയാണ്. അപ്പോൾ ഈ ഓപ്ഷനും വരത്തില്ല. ഇനി ഇവിടെ എക്സ് എൻ ഇൻറ്റു വൈ എൻ. എക്സ് എൻ ഇൻറ്റു വൈ എൻ മീൻസ് അതായത് -1 ഹോൾ റേസ് ടു n/n² + 1 അല്ലേ. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി. ഇവിടെ നമ്മൾ ഇൻഫിനിറ്റി കൊടുത്തു. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഡിനോമിനേറ്റർ എന്തായി പോവാണ്? 0 ആയി പോവുക. പിന്നെ ഇവിടെ ന്യൂമറേറ്ററിൽ എന്താണേലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഡിനോമിനേറ്റർ ഇവിടെ എന്തായി പോവുക? ഇൻഫിനിറ്റി ആയി പോവുക. അപ്പോൾ എന്തായിരിക്കും ഓട്ടോമാറ്റിക്കലി? ഇവിടെ -1 ആയാലും 1 ആയാലും എന്തായിരിക്കും? -1/∞ ആയിക്കോട്ടെ 1/∞ ആയിക്കോട്ടെ ആൻസർ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു കേസ് എന്താണെന്ന് പറയാനായിട്ട് പറ്റും? കൺവേർജൻ്റ് ആണെന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ ആണോ?
ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, let fn of x equal to x raised to n sin of n pi x and let f of x equal to limit n tends to infinity fn of x for x element of closed interval 0 1 then f of 1 by 4. അതായത് ലിമിറ്റ് n tends to infinity fn of x എന്ന് പറയുന്നത് f of x ആണ്. ഓക്കെ ആണോ? ഇവിടെ എഫ് എൻ ഓഫ് എക്സ് എന്താണെന്നാണ് തന്നേക്കുന്നത്? എക്സ് റേസ് ടു എൻ സൈൻ ഓഫ് എൻ പൈ എക്സ് എന്നാണ് തന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ എഫ് ഓഫ് എക്സ് എന്തായിരിക്കും? ലിമിറ്റ് എക്സ് ടെൻസ് ടു, ഇവിടെ എൻ അല്ലേ, അപ്പോൾ ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എക്സ് റേസ് ടു x raised to n sin n pi x ആണ്. അതായത് എഫ് ഓഫ് 1/4 ആണെങ്കിൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/4 ഹോൾ റേസ് ടു n സൈൻ ഓഫ് n പൈ ബൈ 4. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമ്മൾ പഠിച്ചൊരു കാര്യമാണ്. ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി 1/4 ഹോൾ റേസ് ടു എൻ എന്ന് പറയുന്നത് എന്താ? 1 റേസ് ടു എൻ ബൈ 4 റേസ് ടു എൻ. അതായത് 1/4 റേസ് ടു എൻ ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി 0 ആയി പോവുക. അപ്പോൾ ഈ ടേം എന്താണ്? 0 ഇൻറ്റു ഈ ടേം എന്താണ്? ഇതൊരു എന്ത് ഫംഗ്ഷനാണ്? ബൗണ്ടഡ് ഫംഗ്ഷനാണ്. സോ 0 ഇൻറ്റു ബൗണ്ടഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 തന്നെയായിരിക്കും. അപ്പോൾ ആൻസർ എന്താണ്? 0 ആണ്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവിടെ let f of xy is equal to set of all x square plus y by x plus y square if x y not equal to set 0 0. അതായത് എക്സും വൈയും എന്തല്ല? 0 അല്ല. ഓക്കെ, നമ്മളോട് ഇവിടെ ചോദിച്ചേക്കുന്നത് then the directional derivative of f at the point 0 0 along the path 2 1 ആണ് ചോദിച്ചേക്കുന്നത്. അതായത് ഇവിടെ എഫ് ഓഫ് എക്സ് വൈയുടെ ഡയറക്ഷണൽ ഡെറിവേറ്റീവാണ് 0 0 എന്ന പോയിൻറ്റിൽ എഫ് ഓഫ് എക്സ് വൈയുടെ ഡയറക്ഷണൽ ഡെറിവേറ്റീവാണ് ഏത് വഴിയിലൂടെ? എലോങ് ദ പാത്ത് 2 1 ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ പാത്ത് ഏതാണ്? നമ്മുടെ 2 1 ആണ് നമ്മുടെ പാത്ത്. ഓക്കെ, അതായത് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ എക്സ് വൈ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ എടുക്കുക. അതായത് 2t, 1 ഇൻറ്റു ടി ടി 2t, t എക്സ് വൈക്ക് പകരം നമ്മൾ 2t ടി എടുത്തു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സിൻ്റെ സ്ഥാനത്ത് 2t കൊടുക്കുന്നു, വൈയുടെ സ്ഥാനത്ത് t കൊടുക്കുന്നു. അപ്പോൾ എന്ത് വരും? 2t ഹോൾ സ്ക്വയർ പ്ലസ് t ഡിവൈഡഡ് ബൈ 2t പ്ലസ് t സ്ക്വയർ. ശരിയല്ലേ? അതായത് 4t സ്ക്വയർ പ്ലസ് t ഡിവൈഡഡ് ബൈ t സ്ക്വയർ പ്ലസ് 2t. നമുക്കൊരു t പുറത്തേക്ക് എടുത്താൽ 4t പ്ലസ് 1 ഡിവൈഡഡ് ബൈ t പ്ലസ് 2 വരത്തില്ലേ? ഈ ടിയും ക്യാൻസലാക്കാം. നമുക്ക് 4t പ്ലസ് 1 ബൈ t പ്ലസ് 2 ആണ് നമുക്ക് വന്നേക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിനി ലിമിറ്റ് എടുക്കുക. ലിമിറ്റ് t ടെൻസ് ടു 0 4t പ്ലസ് 1 ബൈ 2 പ്ലസ് t വിച്ച് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 0 0 പ്ലസ് 1 1 ബൈ 2 പ്ലസ് 0 2 1/2 ആണ്
ആൻസർ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താണ് ആ പാത്തിനെ നമ്മൾ എന്തായിട്ട് എഴുതാം, അതായത് നമ്മുടെ ഡയറക്ഷൻ ടു 1നെ നമ്മൾ എന്തായിട്ട് എഴുതാം, നമ്മുടെ 2t ആയിട്ട് എഴുതുക. അപ്പോൾ അതിന് XY = 2t ആയിട്ട് എഴുതാം. അപ്പോൾ ഇതൊരു സിമ്പിൾ മെത്തേഡാണ്. ഡയറക്ഷണൽ ഡെറിവേറ്റീവിനൊരു ഫോർമുലയുണ്ട്, അതിനേക്കാൾ ബെറ്റർ നമ്മളിങ്ങനെ ചെയ്യുമായിരിക്കും. ഓക്കെ, എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇതായിരിക്കും എക്സാമ്പിൾ, ഈസി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ആ പാത്ത് നമ്മുടെ അതായത് 2t എന്നതിനെ നമ്മൾ f(x)y) ഇട്ടിട്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ക്യാൻസൽ ചെയ്യുക. എന്നിട്ട് എന്ത് കൊടുക്കുക, ലിമിറ്റ് t → 0 കൊടുക്കുക. ഓക്കെ ആണോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ, നമ്മൾ ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എന്നാണ്. അപ്പോൾ ഡിനോട്ട് ദ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ <= x, അതായത് 1.2 ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ, അതായത് 1.2-നേക്കാൾ ലെസ്സായിട്ടുള്ള അല്ലെങ്കിൽ അതിനോട് ഈക്വൽ ആയിട്ടുള്ള ഇൻറ്റിജർ എന്ന് പറയുന്നത് എന്താണ്? 1.2 ഒരു ഇൻറ്റിജർ ആണോ? അല്ല. അപ്പോൾ അതിനേക്കാളും താഴെ വരുന്ന ഇൻറ്റിജർ ഏതാണ്? 1 ആണ്. ഓക്കെ, അപ്പോൾ 1. ഇനിയിപ്പോൾ 1.9 ആണേലോ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. മനസ്സിലായോ? ഇനി ഇവിടെ നമ്മളോട് ചോദിച്ചേക്കുന്ന ഇൻ്റഗ്രൽ 0 to 3 x², ഇവിടെ ഇൻ്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്റ്റ് ടു ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ. അപ്പോൾ ഇതിൻ്റെ ഫോർമുല പഠിച്ചു വയ്ക്കാം. അതായത് ഇൻ്റഗ്രൽ a to b f(x) with respect to greatest integer equal to summation n equal to greatest integer a to b f(n) ആണ് നമ്മുടെ ഫോർമുല. അതായത് നമ്മൾ ഇവിടെ 0 to 3 അല്ലേ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാമെന്നോ, അതായത് 0 to 1 എടുക്കുക. 0 to 1-ൽ ഇപ്പോൾ 0 to 3-നെ 0 to 1, 1 to 2, 2 to 3. അപ്പോൾ 0 to 1-ൽ ഇവിടെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. ഓക്കെ, സോ f(1) ഫൈൻഡ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് 1 to 2-ൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ആരാണ്? 2. അപ്പോൾ f(2) ഫൈൻഡ് ചെയ്യുക. പ്ലസ് 2 to 3-ൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ആരാണ്? 3. അപ്പോൾ f(3) ഫൈൻഡ് ചെയ്യുക. ഇവിടെ f(x) എന്ന് പറയുന്നത് എന്താണ്? x² ആണ്. അതായത് 1² പ്ലസ് 2² പ്ലസ് 3², അതായത് 1 + 4 + 9 which is equal to 14 ആണ് ആൻസർ വരിക. നമ്മുടെ ഓപ്ഷനിൽ ഇല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആകെ ഓർത്തിരിക്കേണ്ടത് ഈ ഒരു ഫോർമാറ്റിൽ ഇൻ്റഗ്രൽ a to b f(x) വിത്ത് റെസ്പെക്റ്റ് ടു ഇൻ്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്റ്റ് ടു ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ആണെങ്കിൽ നമ്മൾ സമ്മേഷൻ f(n) മീൻസ് നമ്മുടെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എടുക്കുക. അത് ഓരോ ഇൻ്റർവെല്ലായിട്ട് കൺസിഡർ ചെയ്യുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 19, ലെറ്റ് E1 E2 be Lebesgue measurable sets and M be the Lebesgue measure such that M of E1 measure of E1 equal to 1 and measure of E2 equal to 4. If E1 intersection E2 is singleton, then M of E1 union E2 ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, ഇപ്പോൾ ലെബേഗ് മെഷറബിൾ സെറ്റ്സ് E1ഉം E2ഉം ലെബേഗ് മെഷറബിൾ സെറ്റ്സ് ആണ്. അതിൽ ഒരു സെറ്റായ E1 ഇൻ്റർസെക്ഷൻ E2 സിംഗിൾട്ടൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് മെഷർ ഓഫ്
അല്ലെങ്കിൽ ലെബേഗ് മെഷർ ഓഫ് സിംഗിൾട്ടൺ സെറ്റ് ഈസ് ഓൾവേസ് എന്താണ്? 0 ആണ്. അപ്പോൾ മെഷർ ഓഫ് E1 ഇൻ്റർസെക്ഷൻ E2 എന്ന് പറയുന്നത് 0 ആണ്. ഇനി ഇവിടെ മെഷർ ഓഫ് E1 തന്നിട്ടുണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു 1. മെഷർ ഓഫ് E2 തന്നിട്ടുണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു 4. നമുക്ക് മെഷർ ഓഫ് E1 യൂണിയൻ E2 ആണ് കാണേണ്ടത്. അപ്പോൾ മെഷർ ഓഫ് E1 യൂണിയൻ E2 എന്ന് പറയുന്നത് മെഷർ ഓഫ് E1 പ്ലസ് മെഷർ ഓഫ് E2 മൈനസ് മെഷർ ഓഫ് E1 ഇൻ്റർസെക്ഷൻ E2 ആണ്. അപ്പോൾ ഇവിടെ മെഷർ ഓഫ് E1 ഇൻ്റർസെക്ഷൻ E2 എന്താണ്? 0 ആണ്. ഇനി മെഷർ ഓഫ് E1 എന്താണ്? 1 പ്ലസ് മെഷർ ഓഫ് E2 എന്താണ്? 4. ദാറ്റ് മീൻസ് 1 പ്ലസ് 4 മൈനസ് 0 ഈക്വൽ ടു എന്താണ്? 5 ആണ് ആൻസർ വരിക. ഓക്കെ, സോ ആൻസർ ഈസ് 5. മനസ്സിലായോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റ് എഫ് ഇസ് ഈക്വൽ ടു കൈ ഇ പ്ലസ് 2 കൈ എഫ് പ്ലസ് 2 കൈ ജി വെയർ കൈ ഡിനോട്ട്സ് ദ ക്യാരക്ടറിസ്റ്റിക് ഫങ്ഷൻ. അതായത് ഇപ്പോൾ വെയിറ്റ് ചെയ്തിട്ട് ഇതും കൂടി പറയാം. ഇഫ് മെഷർ ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് ഇൻ്റർസെക്ഷൻ ജി ഈക്വൽ ടു 1 ആണെങ്കിൽ ദെൻ ഇൻ്റഗ്രൽ ഇ ഇൻ്റർസെക്ഷൻ എഫ് ഇൻ്റർസെക്ഷൻ ജി എഫ് ഡി എം എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർക്കേണ്ട, അതായത് കൈ ഇ ഓഫ് എക്സ് ഈക്വൽ ടു 1 ആകുന്നത് എക്സ് ഇയിലെ എലമെൻ്റ് ആണെങ്കിൽ എന്തായിരിക്കും? 1 ആയിരിക്കും. ഇനി ഇതിപ്പോൾ 0 ആകുന്നത് എക്സ് നോട്ട് ആൻ എലമെൻ്റ് ഓഫ് ഇ ആകുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ പറയുന്ന എക്സ് നമ്മളുടെ ഇയിലെ ഒരു എലമെൻ്റ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇയിലെ എലമെൻ്റ് ആണെങ്കിൽ 1 ആണ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ എക്സ് എഫിലെയും എലമെൻ്റാണ്, അതുകൊണ്ട് കൈ എഫ് എന്ന് പറയുന്നതും 1 ആണ്. അതുപോലെ തന്നെ എക്സ് ജിയിലെയും എലമെൻ്റാണ്, അതുകൊണ്ട് കൈ ജി എന്ന് പറയുന്നതും 1 ആണ്. അപ്പോൾ ഈ ഇ ഇൻ്റർസെക്ഷൻ എഫ് ഇൻ്റർസെക്ഷൻ ജിയിലും ആരുണ്ട്? 1 ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇൻ്റഗ്രൽ ഇ ഇൻ്റർസെക്ഷൻ എഫ് ഇൻ്റർസെക്ഷൻ ജി എഫ് ഡി എം എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു, ഇതിനെ നമുക്ക് എഫ് ഓഫ് എക്സ് ഇൻറ്റു എം ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് ഇൻ്റർസെക്ഷൻ ജി എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഇവിടെ എഫ് ഓഫ് എക്സ്, ഇവിടെ എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഇയിലും എഫിലും ജിയിലും കോമൺ ആയിട്ടുള്ള അതിനുപരി നമ്മളിവിടെ പറഞ്ഞു വെക്കുന്നത് എന്താണ്? ഇവിടെ എഫ് എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, കൈ ഇ പ്ലസ് 2 കൈ എഫ് പ്ലസ് 2 കൈ ജി. ദാറ്റ് മീൻസ് എന്താണ്? 1 പ്ലസ് 2 ഇൻറ്റു 1 പ്ലസ് 2, അതായത് 5 ഇൻറ്റു ഇതെന്താണെന്നാ തന്നേക്കുന്നത്? 1 അല്ലേ? സോ ദാറ്റ് മീൻസ് 5 ഇൻറ്റു 1 ഈക്വൽ ടു 5 ആണ് ആൻസറായിട്ട് വരിക. അപ്പോൾ ഇത്രയും കാര്യം ഓർക്കുക, ഇൻ്റഗ്രൽ ഇ ഇൻ്റർസെക്ഷൻ എഫ് ഇൻ്റർസെക്ഷൻ ജി എഫ് ഡി എം, അതിൽ കൈ ക്യാരക്ടറിസ്റ്റിക് ഫങ്ഷനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കൈ ഇ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? അത് ക്യാരക്ടറിസ്റ്റിക് ഫങ്ഷൻ ആണ്, അതായത് ആ എക്സ് ഇയിലെ എലമെൻ്റ് ആണ്. അപ്പോൾ അതെന്താണ്? അവിടെ 1 ആണ്. അപ്പോൾ അത് വെച്ചുകൊണ്ടാണ് നമ്മൾ എഫ് ഫൈൻഡ് ചെയ്തേക്കുന്നത്. പിന്നെ മെഷർ ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് ഇൻ്റർസെക്ഷൻ ജി എന്ന് പറയുന്നത് എന്താണെന്ന് തന്നിട്ടുണ്ട്? 1 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനിത്തെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 21. ഇവിടെ ദ ഇമാജിനറി പാർട്ട് ഓഫ് 1 പ്ലസ് i√3 ഹോൾ റൈസ് ടു 6 ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് കിടക്കുന്ന ഫോം എ പ്ലസ് ഐ ബി ഹോൾ റൈസ് ടു n ഫോമിലാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇമാജിനറി പാർട്ട് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഐയുടെ കൂടെ കിടക്കുന്ന ആൾ ആരാന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ അപ്പോൾ എ എന്ന് പറയുന്നത് എന്താണ്? എ ഈക്വൽ ടു 1, ബി ഈക്വൽ ടു
√3 ആണ്. നമ്മളിനി ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ മോഡുലസ് ഫൈൻഡ് ചെയ്യും. ഓക്കെ, അതായത് മോഡുലസ് എന്ന് വെച്ചാൽ R = √(a² + b²) a² + √3 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് √1 + 3 which is equal to √4 which is equal to 2 ആണ് കിട്ടുന്നത്. ഇനി നമ്മൾ അപ്പോൾ 6 ഫൈൻഡ് ചെയ്തു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിനെ, അതായത് 1 + i √3നെ നമുക്ക് r cos θ + i sin θ ഫോമിൽ നമുക്ക് എഴുതണം. അപ്പോൾ നമുക്ക് ഇവിടെ r എന്താണെന്ന് നമുക്ക് കിട്ടി. നമുക്ക് ഇനി എന്താ വേണ്ടേ? തീറ്റയാണ് നമുക്ക് വേണ്ടേ. അപ്പോൾ നമുക്ക് ഒരു കാര്യം അറിയാം, അതായത് tan θ = tan θനെ നമുക്ക് y/x എന്ന് എഴുതാം. ഓക്കെ, tan θ = y/x അല്ലെങ്കിൽ നമുക്ക് b/a. ഇപ്പോൾ നമ്മൾ x + iy എന്ന എടുത്തെങ്കിൽ y/x. ഇപ്പോൾ നമ്മളിവിടെ a + ib എടുത്തുകൊണ്ട് tan θ എന്ന് പറയുന്നത് എന്താണ്? b/a ആണ്. ദാറ്റ് മീൻസ് തീറ്റ എന്താണ്? θ = tan ഇൻവേഴ്സ് b/a. ഇവിടെ b എന്താണ്? b എന്ന് പറയുന്നത് √3/1 ആണ്. അതായത് tan ഇൻവേഴ്സ് ഓഫ് √3. അതായത് tan θ = √3 വരുന്ന എപ്പോഴാണ്? tan എത്രയിലാണ് √3 വരുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് tan π/3 എന്ത് വരുന്നത്? √3 വരുന്നത്. tan π/3 എന്ത് വരിക? √3 വരിക. അതായത് tan 60 ഡിഗ്രിയിലാണ് √3 വരിക. അപ്പോൾ നമുക്കപ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും? which is equal to r നമുക്കിപ്പോൾ എന്താ കിട്ടിയേക്കുന്നത്? 2 cos 60 ഡിഗ്രി. നമുക്കിപ്പോൾ cos 60 ഡിഗ്രീനെ നമുക്ക് π/3 എന്ന് എഴുതാം, പ്ലസ് i sin π/3 ആണ് എന്ത്? 1 + i √3. ഓക്കെ, നമുക്കിവിടെ 1 + i √3 ഹോൾ റേസ് ടു n ആണ് ചോദിച്ചേക്കുന്നത്, വേർ n = 6. അപ്പം നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? അതായത് ഇത് ഹോൾ റേസ് ടു 6, ദാറ്റ് മീൻസ് 2⁻6. ഇനി ഇത് ഹോൾ റേസ് ടു 6, അതായത് cos θ + i sin θ ഹോൾ റേസ് ടു 6 എന്ന് പറയുന്നത് cos nθ + i sin nθ ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ cos 6π/3 + i sin 6π/3 എന്ന് എഴുതാം. ഓക്കെ, അതായത് 2⁻6 ഇൻറ്റു ഇതും ക്യാൻസലാക്കുമ്പോൾ cos 2π + i sin 2π. ഓക്കെ, അപ്പോൾ ഇവിടെ 2⁻6 എന്ന് വെച്ചാൽ 64 ഇൻറ്റു cos 2π. cos 2π എന്ന് വെച്ചാൽ എന്താണ്? 1 + i sin 2π എന്ന് വെച്ചാൽ 0. അപ്പോൾ ഇവിടെ 64 ഇൻറ്റു 1 + i ഇൻറ്റു 0 ഇൻറ്റു 64. ദാറ്റ് മീൻസ് ഇവിടെ ഐയുടെ കോയിഫിഷ്യൻ്റ് ആര് തന്നെയാണ്? 0 ആണ്. അപ്പോൾ ഇവിടെ ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇങ്ങനെ x + iy ഹോൾ റേസ് ടു n ഫോമിൽ തരുവാണെങ്കിൽ നമ്മളതിന് r cos θ + i sin θ ഫോമിലേക്ക് എഴുതാം. അപ്പോൾ r കാണാനായിട്ട് √(a² + b²). അതുപോലെ തന്നെ എന്താണ് നമ്മുടെ തീറ്റ കാണാനുള്ള ഇക്വേഷൻ tan θ = y/x. r കാണാനായിട്ട് √(x² + y² അല്ലെങ്കിൽ a² + b² കണ്ടാൽ മതി. ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, let E1 E2 be 10th roots of unity, then modulus of E1 + E2 whole square plus modulus of E1 - E2 whole square ആണ് ചോദിച്ചേക്കുന്നത്. അപ്പം നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം.
ഓക്കെ, അപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഫോമിലാണ് എക്സ്പാൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ E1 സ്ക്വയർ മോഡുലസും കൂടെ ഇട്ട് പോവാം, പ്ലസ് E2 സ്ക്വയർ പ്ലസ് 2 ടൈംസ് മോഡുലസ് ഓഫ് 2 ടൈംസ് E1 E2. ഓക്കെ, അതായത് 2 ഇൻറ്റു മോഡുലസ് ഓഫ് E1 ഇൻറ്റു 2 ഇൻറ്റു മോഡുലസ് ഓഫ് E2 പ്ലസ് ഇതുപോലെ തന്നെ ഇതും എഴുതാം, E1 സ്ക്വയർ മൈനസ് പ്ലസ് മറ്റു ടേം എഴുതാം നമുക്ക്, E2 സ്ക്വയർ മൈനസ് 2 ടൈംസ് മോഡുലസ് ഓഫ് E1 ഇൻറ്റു മോഡുലസ് ഓഫ് E2. ഓക്കെ, നമുക്ക് ഈ ടേമും ക്യാൻസലാക്കി കളയാം. റിമൈനിങ് എന്ത് വന്നു? 2 ടൈംസ് മോഡുലസ് ഓഫ് E1 സ്ക്വയർ പ്ലസ് 2 ടൈംസ് മോഡുലസ് ഓഫ് E2 സ്ക്വയർ വന്നു. ഓക്കെ, ഇവിടെ ലെറ്റ് E1 E2 ബി 10th റൂട്ട്സ് ഓഫ് യൂണിറ്റി. അതായത് നമുക്കിവിടെ മോഡുലസ് ഓഫ് E1നെ നമുക്ക് 1 ആയിട്ട് പറയാം. അപ്പോൾ അതനുസരിച്ച് ഇവിടെ എന്ത് വരും? 2 ഇൻറ്റു 1 സ്ക്വയർ 1 പ്ലസ് 2 ഇൻറ്റു 1 സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 4 ആണ് ആൻസർ വരിക. ഓക്കെ, അപ്പോൾ E1ഉം E2ഉം 10th റൂട്ട്സ് ഓഫ് യൂണിറ്റി ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും? മോഡുലസ് ഓഫ് E1 മോഡുലസ് ഓഫ് E2 എന്തായിട്ട് എടുക്കുക? 1 ആയിട്ട് എടുക്കുക. ഓക്കെ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവിടെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദ പ്ലെയിൻ ഈസ് എ റൊട്ടേഷൻ? നമ്മളോട് റൊട്ടേഷൻ ഏതാണ്, ഏത് ട്രാൻസ്ഫോർമേഷൻ, ഏത് ടി ഓഫ് ഇസഡുകളാണ് റൊട്ടേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ റൊട്ടേഷൻ ഏതാണെന്ന് അറിയാനായിട്ട് ഒരു ഈസി ട്രിക്ക് ഉണ്ട്. അതായത് ടി ഓഫ് ഇസഡ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു ഇസഡ് ഫോമിലുള്ളതിനാണ് ചാൻസ്. വെയർ മോഡുലസ് ഓഫ് ആൽഫ ഈക്വൽ ടു എന്താവണം? 1 ആവണം. ഇപ്പം ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ എടുത്തേ, ടി ഓഫ് ഇസഡ് ഈക്വൽ ടു ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ടോ നോക്കാം. ഇതിനെ എങ്ങനെ എഴുതാം? ഇസഡ് കോമൺ എടുക്കാമല്ലോ. അപ്പോൾ 1 പ്ലസ് ഐ ഡിവൈഡഡ് ബൈ √2. അപ്പോൾ ഇസഡ് ഇൻറ്റു സം കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ എന്ന് വന്നു. അപ്പോൾ ഇതിനൊരു ചാൻസ് ഉണ്ട്. ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇസഡ് കോമൺ എടുക്കാം. അപ്പോൾ 1 പ്ലസ് ഐ ഡിവൈഡഡ് ബൈ, ഇവിടെ ഇസഡ് പ്ലസ് 2 ആ. ഇവിടെ ഇസഡ് ഇൻറ്റു ഒരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആണോ? അല്ലല്ലോ, അല്ലേ? അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഈ ഡിനോമിനേറ്ററിൽ നിന്ന് ഇസഡ് എടുത്താലും ഇവിടെ ഈ ഇസഡും ക്യാൻസലായി പോവും. 1 പ്ലസ് ഐ ബൈ 1 പ്ലസ് 2 ബൈ ഇസഡ് വരും. അതും നമ്മുടെ പോസിബിലിറ്റി അല്ല. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കേ, ഇവിടെയാണെങ്കിൽ നമുക്ക് ന്യൂമറേറ്ററിൽ നിന്ന് എന്തെടുക്കാനില്ല? ഇസഡ് കോമൺ എടുക്കാനില്ല. ഓക്കെ, അപ്പോൾ ഇതും അല്ല എന്ന് ഒറ്റയടിക്ക് പറയാനായിട്ട് പറ്റും. ഇനി ഇവിടെയാണെങ്കിലും നമുക്കൊരു ഇസഡ് കോമൺ എടുക്കാൻ പറ്റുന്നുണ്ടോ? ഇവിടെ ഇസഡ് ടേം ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ചാൻസ് ഉള്ളത് എന്താണ്? ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തത് ഇവ മാത്രമേ ഉള്ളൂ. ഇനി മോഡ് ആൽഫയും കൂടി ജസ്റ്റ് ഒന്ന് ഫൈൻഡ് ചെയ്യാം. ഇവിടെ 1 പ്ലസ് ഐയുടെ റൂട്ട് എടുക്കുക, അതായത് മോഡുലസ് വാല്യൂ, അതായത് റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു √2 ബൈ √2 ഈക്വൽ ടു 1. അപ്പോൾ ഇതാണ് സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷൻ. ഇനിയിപ്പോൾ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ദ റേഡിയസ് ഓഫ് കൺവെർജൻസ് ഓഫ് ദ സീരീസ് സമ്മേഷൻ എൻ സ്ക്വയർ ഇസഡ് റേസ് ടു എൻ. ഇതിവിടെ സമ്മേഷൻ എ റേസ് ടു എൻ ഇസഡ് റേസ് ടു എൻ ഫോമുല കിടക്കുന്ന. അപ്പോൾ ഇവിടെ എ റേസ് ടു എൻ എന്ന് പറയുന്നത് ഇവിടെ എൻ സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ റേഡിയസ് ഓഫ് കൺവെർജൻസ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ റേഡിയസ് ഓഫ് കൺവെർജൻ്റെ ഇക്വേഷനാണ് 1/r ഈസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an മോഡുലസ് ഓഫ് an റേസ് ടു 1/n. അതുപോലെ തന്നെ 1/r ഈസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി മോഡ് an പ്ലസ് 1 ബൈ മോഡ് an.
അപ്പോൾ ഇവിടെ ഈ എന്നിന് ഈ പറയുന്ന പവറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്. 1/r ഈസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി മോഡ് an ഹോൾ റേസ് ടു 1/n. അപ്പോൾ ഇവിടെ 1/r ഈസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി, ഇവിടെ മോഡ് an, ഇവിടെ an എന്താണ് n സ്ക്വയർ, മോഡുലസ് എടുത്താലും n സ്ക്വയർ ഹോൾ റേസ് ടു 1/n. ഇനി ഒരു റിസൾട്ട് പഠിക്കേണ്ടതാണ്. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n റേസ് ടു 1/n എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n റേസ് ടു 1/n ഹോൾ സ്ക്വയർ എന്ന് എഴുതാമല്ലോ. ഓക്കെ, അപ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n റേസ് ടു 1/n എന്താണ്? 1. 1 സ്ക്വയർ എന്താണ്? 1. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? 1/r ഈക്വൽ ടു 1. ദാറ്റ് മീൻസ് r ഈക്വൽ ടു 1. ഓക്കെ, അപ്പോൾ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഡേ നമുക്ക് നെക്സ്റ്റ് സെറ്റ് ഓഫ് 24 ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ഈ 24 ക്വസ്റ്റ്യൻസ് എല്ലാവരും വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.